നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ റീഡിംഗ് എന്നത് ബ്ലാക്ക് മാജിക് റീഡിംഗ് ആണ്. തേർഡ് പാർട്ടി നിങ്ങൾക്കെതിരെ ചെയ്ത ബ്ലാക്ക് മാജിക്, അത് നിങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി ചെയ്ത ബ്ലാക്ക് മാജിക് മൂലം നശിച്ചു പോയത്, എന്താണിപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, ഇതിനെയൊക്കെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് പറയുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. കാർഡെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഓം നമ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഷാഡോ ഓഫ് കിങ് ഓഫ് സോർഡ്സ്, ഷാഡോ ഓഫ് 7 ഓഫ് വൺസ്, ഷാഡോ ഓഫ് 7 ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, ഷാഡോ ഓഫ് മൂൺ കാർഡ്, വേൾഡ് കാർഡ്, the high priestess, shadow of hanged man, shadow of 2 of cups, knight of cups, 9 of wands, wheel of fortune. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഷാഡോ ഓഫ് കിങ് ഓഫ് കപ്സ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്ത ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അരികിൽ തന്നെ സ്നേഹമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്, നിങ്ങളുടെ അരികിൽ സ്നേഹമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു എന്ന് നിങ്ങളെ തോന്നിപ്പിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ശരിക്കുമുള്ള ഫേസ് നിങ്ങളോട് റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിയുടെ ഷാഡോ മാത്രമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആ ഷാഡോ എന്ന് പറയുന്നതും നിങ്ങൾക്ക് കുറേ തെറ്റിദ്ധാരണ തരുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു ആ വ്യക്തി നിങ്ങളോട് കാണിച്ചിരുന്നത്. നിങ്ങളോട് സ്നേഹം കാണിച്ച്, നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് കാണിച്ച്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിൽ നിങ്ങളെ സപ്പോർട്ടീവായിട്ട് പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിക്കും ഈ വ്യക്തി നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്ന കാര്യം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മോശം സമയം വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട് നിങ്ങൾ ഇല്ലാത്ത സമയം നിങ്ങൾക്കെതിരെ ഈ വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി നിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ബ്ലാക്ക് മാജിക്കാണ് ചെയ്തിരിക്കുന്നത്. ആ വ്യക്തിയുടെ ശരിക്കുമുള്ള ഹിഡൻ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് വിശ്വസിക്കുകയും നിങ്ങളുടെ ഫാമിലിയിൽ ഓവറായിട്ടുള്ള ഫ്രീഡം നിങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. ഫാമിലിയിൽ ഓവർ ഫ്രീഡം കൊടുത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന പല പ്രോബ്ലംസിനെ പറ്റി നിങ്ങൾ ആ വ്യക്തിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, ഇപ്പം നിങ്ങൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുമായിട്ടോ നിങ്ങളുടെ ഭാര്യയായിട്ടോ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിയോട് അത് ഷെയർ ചെയ്തപ്പോൾ ആ വ്യക്തി വളരെ നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തെ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തു. ആ സാഹചര്യത്തെ ആ വ്യക്തി മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളെ അകറ്റുകയും നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കെതിരെ ഒരുപാട് നെഗറ്റീവ് ചിന്തകളും നിറയ്ക്കാൻ ഈ ഒരു തേർഡ് പേഴ്സണിന് കഴിഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആദ്യം ഈ ഒരു വ്യക്തി ചെയ്തത്, അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ ആദ്യം ചെയ്തത് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് തമ്മിൽ പിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു നിസ്സാര കാരണമായിരിക്കാം. പക്ഷേ ആ ഒരു നിസ്സാര കാരണം മൂലം നിങ്ങൾ തമ്മിൽ വലിയൊരു കോൺഫ്ലിക്റ്റാണ് ഇവിടെ നടന്നത്. അങ്ങനെ നിസ്സാര കാര്യത്തിന് പോലും വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ പിരിഞ്ഞത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ എത്ര സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ വന്നതിന് ശേഷം മാത്രമാണ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ
കുറിച്ചോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പേഴ്സൺ വന്നതിന് ശേഷവും മാത്രമാണ് നിങ്ങൾ തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടായത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സണിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ ഈ ഒരു തുറന്ന് പറച്ചിൽ ഈ ഒരു തേർഡ് പേഴ്സണിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സന്തോഷങ്ങളൊക്കെ തുറന്ന് പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങളും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടായത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ബോധ്യമാകുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും യൂണിവേഴ്സ് അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ സിറ്റുവേഷൻ അല്ല, അത് നിങ്ങളുടെ വിധി അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മറ്റൊരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ബാഡ് ലക്ക് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ, അതിനൊരു മനുഷ്യൻ തന്നെയാണ് കാരണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ സമീപിച്ചിട്ട് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നു. അതൊരു ക്ഷേത്രത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പോയിട്ട് നല്ല രീതിയിൽ ചെയ്ത ഒരു പ്രവൃത്തിയല്ല. നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുകയോ ഒന്നുമല്ല ആ വ്യക്തി ചെയ്തിരിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്തിരിക്കുന്നത് ശരിക്കുമുള്ള ആഭിചാര കർമ്മമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് ഈ ഒരു കർമ്മം, ഈ ഒരു ബ്ലാക്ക് മാജിക് നിങ്ങൾക്കെതിരെ ചെയ്തത് പെട്ടെന്നൊരു ദിവസമല്ല, ഗ്രാജുവലി പതുക്കെയാണ് ഈ വ്യക്തി നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്പേസ് കൊടുത്തു. നിങ്ങളുടെ ഫാമിലിയിൽ വരാനും നിങ്ങളുടെ വീടുകളിൽ സന്ദർശിക്കാനും ഇതുപോലെ, അതായത് ആ വ്യക്തി കൊണ്ടുവന്ന ഫുഡ് നിങ്ങൾ കഴിക്കുകയും അതുമൂലം നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായി. നിങ്ങളുടെ വീട്ടിൽ ഈ വ്യക്തി സന്ദർശിക്കുന്ന പല സാഹചര്യത്തിലും നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ വീടിനകത്ത് നിന്നും കളക്ട് ചെയ്തു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ വീടിനുള്ളിൽ നിന്നും കളക്ട് ചെയ്ത വസ്തുക്കൾ, നിങ്ങളുടെ ഡ്രസ്സാവാം, നിങ്ങളുടെ തലമുടിയാകാം, നിങ്ങളുടെ കർച്ചീഫ്, നിങ്ങളുടെ തലമുടി ചീകുന്ന കോമ്പ്, ഇതിനകത്ത് നിങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന എന്തോ ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഈ ഒരു വ്യക്തി കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ വ്യക്തി ആരെയാണോ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായം തേടിയത്, ആരോടാണോ ഈ വ്യക്തി സഹായം തേടിയത്, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആഭിചാര കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിന് ആ വ്യക്തിക്ക് ഈ തേർഡ് പേഴ്സണിന് ചെയ്യാൻ പറ്റുന്ന ചില കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതും ഈ വ്യക്തി നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വീടുകളിൽ പെട്ടെന്ന് ആരുടെയും കണ്ണ് പോകാത്ത സ്ഥലത്ത് നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും അപരിചിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടോ, നിങ്ങളുടെ വസ്തുക്കൾ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ, നിങ്ങൾ നിസ്സാരമായി കരുതുന്ന നിങ്ങളുടെ ഒരു കർച്ചീഫാകാം, തലമുടി ചീകുന്ന കോമ്പാകാം, ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നെയിൽസ് കട്ട് ചെയ്യുന്ന നെയിൽ കട്ടർ, ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നെയിൽ കട്ടേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ നെയിൽസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെയിൽസിൻ്റെ ഒരു തരിയെങ്കിലും ആ നെയിൽ കട്ടറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാതിരിക്കില്ല. ഇതൊക്കെ ഉപയോഗിച്ച് വളരെ വലിയ ആഭിചാര കർമ്മം നിങ്ങൾക്കെതിരെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന നിങ്ങളുടെ ഒരു വസ്ത്രമാകാം. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിട്ട് നിങ്ങളുടെ വീടിനുള്ളിൽ ഒരു പരിശോധന നടത്തുക. ഇത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിന് സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഈ തേർഡ് പേഴ്സൺ നിങ്ങൾക്കുണ്ടാക്കി തന്നതാണ്. നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി മൂലം ഉണ്ടായ സിറ്റുവേഷനാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ലക്ഷ്യം. ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസ് ആവാം,
നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം. നിങ്ങൾ ഓർത്തു നോക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തരം ഡിപ്രഷൻ മൂഡിലാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിലുണ്ടായ വാക്കുതർക്കം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് വലിയ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാക്കുതർക്കമായിരുന്നോ എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളോട് ആവശ്യമില്ലാതെ കലഹത്തിന് വരികയും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നിന്നും മാറി വേറൊരു ക്യാരക്ടറായിട്ട് നിങ്ങളോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്, യൂണിവേഴ്സ് അവരെക്കുറിച്ച് പറയുന്നത് ഒരുപാട് നിഗൂഢതകളും ഒരുപാട് രഹസ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഈ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടുള്ള പല സ്വഭാവ രീതികളും ഇവരിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന വിധത്തിലുള്ള ബിഹേവിയർ ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ബ്ലാക്ക് മാജിക് മൂലം ഒരു മായാലോകത്താണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ മായാലോകത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ രക്ഷിക്കാനും ഈ തേർഡ് പേഴ്സൺ നിങ്ങൾക്കെതിരെ ചെയ്ത ബ്ലാക്ക് മാജിക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാനും സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇരുത്തി ചിന്തിച്ചു നോക്കൂ, ആരാണ് നിങ്ങളോട് ഇതുപോലെയുള്ള ബിഹേവിയർ കാണിച്ചതെന്നും നിങ്ങളുടെ വീട്ടിൽ നിരന്തരം സന്ദർശക അല്ലെങ്കിൽ ഒരു സന്ദർശകനായിട്ട് വന്നു പോയത് എന്നും നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ തന്നെ ആരാണ് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തതെന്നും ഈ തേർഡ് പേഴ്സൺ ആരാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ ആരാ എന്നുള്ളത്. അവർ നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് മാജിക് മൂലം നിങ്ങൾക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റ് വന്നിട്ട് ബ്രേക്കപ്പ് സംഭവിച്ച സിറ്റുവേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ജോബ് സംബന്ധമായിട്ടും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് വളരെ വേഴ്സ്റ്റായിട്ട് വരുന്നൊരു കണ്ടീഷനാണ്, നിരന്തരമായിട്ടുണ്ടാകുന്ന തലവേദന, ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾക്കെതിരെ ചെയ്ത ബ്ലാക്ക് മാജിക് മൂലമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു വീഡിയോ ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ്സും ജെൻഡർലെസ്സും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ വാലിഡ് ആവുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക, ബാക്കിയല്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ടുകളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും ലൈഫിലേക്ക് വിളിച്ചു വരുത്താതിരിക്കുക. നിങ്ങളുടെ ലൈഫ് ഇതുപോലൊരു തേർഡ് പേഴ്സൺ കാരണമാണ് നശിച്ചു പോയത് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് പരിഹാരം ചെയ്തു തരുന്നതായിരിക്കും. ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള പരിഹാരം ചെയ്തു തരുന്നതായിരിക്കും. തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇല്ല എങ്കിൽ തേർഡ് പേഴ്സൺ ഇനി ഒരിക്കലും ലൈഫിൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺസ് കൊണ്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾ എന്ത് തന്നെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, കുടുംബ കലഹങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പിന്നെ കൂടോത്രം, ബ്ലാക്ക് മാജിക്, ഇതിനൊക്കെ ഇവിടെ പരിഹാരം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റോൺസ് കൊണ്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റ് പൂജിച്ച് പവറും എനർജിയും കേട്ടിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.